5 സീറ്റിൽ ജയം ഉറപ്പെന്ന് ബിജെപി കോർ കമ്മിറ്റി. 7 സീറ്റുകൾ ലഭിക്കാം. നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, പാലക്കാട്, കാട്ടാക്കട മണ്ഡലങ്ങളിലാണ് ജയസാധ്യത. ഷോൺ ജോർജിനെതിരെ ബിജെപി കോർ കമ്മിറ്റിയിൽ വിമർശനമുയർന്നു. ക്രൈസ്തവ സഭകളെ ഒന്നടങ്കം വിമർശിച്ചത് തെറ്റെന്നാണ് വിമർശനമുയർന്നത്. ശോഭാ സുരേന്ദ്രനെതിരെ നടപടി വേണമെന്ന ആവശ്യവും ഉന്നയിക്കപ്പെട്ടു. തൃശൂർ, തിരുവല്ല, തിരുവനന്തപുരം സീറ്റുകളിലും ജയിച്ചേക്കാമെന്ന വിലയിരുത്തലുണ്ടായി. ഇന്നലെ ഓൺലൈനായി ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലാണ് ബി.ജെ.പി. അവരുടെ തെരഞ്ഞെടുപ്പിലെ വിജയസാധ്യതകൾ വിലയിരുത്തിയത്. 5 മുതൽ 7 സീറ്റുകളിൽ വരെ വിജയിക്കാം എന്നാണ് ബി.ജെ.പിയുടെ അന്തിമ കണക്കുകൂട്ടൽ. നേരത്തെ തന്നെ നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം, പാലക്കാട് മണ്ഡലങ്ങളിൽ ജയിക്കാനാകുമെന്ന പ്രതീക്ഷ ബി.ജെ.പിക്ക് ഉണ്ടായിരുന്നു. എല്ലാം എ ക്ലാസ് മണ്ഡലങ്ങളുമാണ്. അവിടെയൊക്കെ വലിയ വിജയസാധ്യതയുണ്ടെന്ന് ബി.ജെ.പി. നേരത്തെ കണക്ക് കൂട്ടിയതാണ്. ആ പട്ടികയിലേക്ക് കാട്ടാക്കട കൂടി എത്തുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ പി.കെ. കൃഷ്ണദാസാണ് കാട്ടാക്കട മത്സരിച്ചത്. അദ്ദേഹം തുടർച്ചയായ മണ്ഡലത്തിൽ മത്സരിക്കുന്നയാളാണ്. അതുകൊണ്ട് തന്നെ അവിടെ വലിയ വ്യക്തിബന്ധങ്ങളുണ്ട്. ഇടത് വലത് മുന്നണികൾക്കെതിരായ വോട്ടുകൾ ശക്തമായ ത്രികോണ മത്സരം കാട്ടാക്കടയിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വിജയസാധ്യത ഉണ്ട് എന്നാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. തൃശൂർ, തിരുവല്ല, തിരുവനന്തപുരം മണ്ഡലങ്ങളിലും വിജയസാധ്യതയുണ്ടെന്ന് ബി.ജെ.പി. അവസാന നിമിഷങ്ങളിൽ കണക്ക് കൂട്ടുന്നു. തിരുവല്ലയിൽ അനൂപ് ആന്റണിയാണ് മത്സരിച്ചത്. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാലാണ് സ്ഥാനാർത്ഥി. അവർ നേരത്തെ UDF സ്ഥാനാർത്ഥിയായി 2021 മത്സരിച്ച അതേ മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി എത്തുമ്പോൾ അവരുടെ വ്യക്തിബന്ധങ്ങളും കോൺഗ്രസിന് ലഭിക്കാവുന്ന വോട്ടുകളും ഒക്കെ ആകുമ്പോൾ വിജയിച്ചു വരാം എന്നാണ് അവിടെ പ്രതീക്ഷ. തിരുവനന്തപുരത്ത് സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയനും വിജയസാധ്യതയുണ്ടെന്നാണ് ബി.ജെ.പി. കണക്ക് കൂട്ടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്രൈസ്തവ സഭാ നേതൃത്വങ്ങൾക്കെതിരെ ഷോൺ ജോർജും PC ജോർജും അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ഇത് ശരിയായില്ല എന്ന അഭിപ്രായം കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നു. ക്രൈസ്തവ സഭകളെ ഒന്നടങ്കം വിമർശിച്ചത് ശരിയായില്ല. ഈ വിഷയത്തിൽ പാർട്ടി കൃത്യമായ നിലപാടെടുക്കുന്നതിന് മുമ്പ് ഷോണും PC ജോർജും ഇത്തരം ഒരു കടുത്ത നിലപാടെടുക്കാൻ പാടില്ലായിരുന്നു എന്ന അഭിപ്രായമാണ് അനൂപ് ആന്റണി അടക്കമുള്ള നേതാക്കൾ കോർ കമ്മിറ്റി യോഗത്തിൽ വ്യക്തമാക്കിയത്. ബി.ജെ.പിയുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന സഭാ നേതൃത്വങ്ങളുമുണ്ട്. അവരെ കൂടി വെറുപ്പിക്കുന്ന ഒരു സമീപനം ശരിയായില്ല എന്നായിരുന്നു കമ്മിറ്റിയിൽ ഉയർന്നു വന്ന അഭിപ്രായം. ശോഭാ സുരേന്ദ്രനെതിരെ ഉയർന്നു വന്ന ചില ആരോപണങ്ങൾ, ശോഭയുമായി ബന്ധപ്പെട്ട ഒരു ആലപ്പുഴയുടെ പ്രാദേശികതയുമായി ശോഭ സംസാരിക്കുന്നതിൻ്റെ സന്ദേശം, ഓഡിയോ സന്ദേശം, അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലും വലിയ അതൃപ്തി ചില നേതാക്കൾ കോർ കമ്മിറ്റി യോഗത്തിൽ പ്രകടിപ്പിച്ചു. പൊതുസമൂഹത്തിന് മുന്നിലും കുടുംബത്തിന് മുന്നിലും താൻ നാണം കെട്ടുവെന്ന് ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റുடைய സോമൻ ഈ കോർ കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞു. ശോഭയ്ക്ക് നടപടി വേണമെന്ന ആവശ്യവും കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നു. ഏതായാലും 5 മുതൽ 7 സീറ്റുകളിൽ വരെ വിജയപ്രതീക്ഷ എന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ബി.ജെ.പിയുടെ കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.